ചേച്ചി ഇനി തിന്നുന്നേ എടി ഇതേ ഞൊട്ടാഞ്ഞൊടി എന്നാ പറയണേ ഈ സാധനത്തിന്. ഇത് കണ്ടോ അതിനകത്ത് അരി ഇരിക്കണുണ്ടോ? ഇത് ഷുഗറുകാർക്ക് നല്ലതാണ്. നല്ലതാണോ കഴിക്കുന്നത്? എനിക്ക് ഷുഗർ ലോയാ കഴിക്കുന്നുണ്ടോ? പക്ഷെ നല്ല രസമില്ലേ കായ്? കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിനകത്തൊരു തരിതരി സാധനമുണ്ട്. ഇതേ കണ്ട കുരു. ആ ഓമനാമോ? ഓ എന്തോ ഇത് എവിടെ പോയതാ? പശുവിന് ശകലം പുല്ല് എത്താൻ പോയതാ. ഇത് എന്നാടുക്കുവാ നിങ്ങള്? പൊന്തം പുല്ലാണല്ലോ. ഞങ്ങളാണത് ഇവിടെ ഈ കാ കണ്ടോ? ഇത് ഞൊട്ടാഞ്ഞൊടി എന്ന് പറഞ്ഞ കായില്ലേ? ആ കായ് ഇങ്ങനെ എടുത്തിട്ട് ഇവള് ചോദിക്കരുത് എന്നത്തിനുള്ളതാണ്. അയ്യോ മക്കളെ, അത് നല്ല ഷുഗറിന് നല്ല സൂപ്പർ. ഞാൻ പക്ഷേ അതിന്റെ ടേസ്റ്റ് നമുക്ക് പിടിക്കത്തില്ല. അത് എല്ലാവർക്കും അങ്ങനെ പിടിക്കുകയല്ല. ഞാൻ എന്റെ പെടലി വേദന എടുക്കുന്നു. നീ അങ്ങ് മാറിക്കേ. ഇതെന്തിനാ ഞങ്ങൾ പിടിക്കണേ? ഈ സാധനം ഇവിടെ വെച്ചേക്കണല്ലോ. ഞങ്ങളുടെ ആവശ്യമില്ലല്ലോ. ഓമനാമിക്ക് തന്നെ അതിന്റെ മേലെ കയറ്റി വെക്കാം. ആവശ്യമുള്ളപ്പോ എടുത്തോണ്ട് പോവാം. എന്നാലും ഒന്ന് താങ്ങിക്കേ. അങ്ങോട്ടേക്ക് മാറി നിന്നേ. എന്നിട്ട് അത് പതുക്കെ തലേന്നങ്ങ് താഴത്തേക്ക് വെച്ചേ. ശരി ശരി. ഇത്രേ ഉള്ളൂ പരിപാടി. സിമ്പിൾ അല്ലേ? ഇതിനൊക്കെയല്ലേ നമ്മുടെ പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴല്ലേ നമ്മുടെ വണ്ടി അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ വന്നത്. അതൊക്കെ ഓമനാമിക്ക്, ഞങ്ങളൊക്കെ നന്നായിട്ട് ഓമനാമിക്ക് അറിയാം. പണ്ട് എൻ്റെ അമ്മയുടെ ഒക്കെ കാലത്ത് ഇങ്ങനെ ചന്തയിൽ ചുമടുമായിട്ട് പോകുമ്പോഴത്തേനും ഇങ്ങനെയുള്ള സ്ഥലത്താണ് വെച്ചേച്ച് അവര് പോണത്. ഇപ്പൊ പിന്നെ നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. വണ്ടി റോഡുകള് എല്ലാം നടക്കുന്നത് ആരാണ്? കല്യാണമൊക്കെ മകന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് രണ്ടുപേർക്കും കല്യാണം കഴിഞ്ഞ് രണ്ടുപേർക്കും മക്കളുമായി. ആണല്ലേ? രണ്ടുപേരുടെ മൂത്ത മക്കള് +2 ഇപ്പൊ എഴുതിയിരിക്കണ സെക്കൻഡ് ഇയർ. വലിയൊരു അമ്മൂമ്മയാണ്. പിന്നെ എന്റെ ഈ കയ്യിലിരിക്കണ പിന്നെ എനിക്ക് ഷുഗർ ഉണ്ട്. ഇത് ഫുള്ളും കഴിച്ചു തിന്നോ? നിങ്ങൾക്ക് വേണ്ടേ? വേണ്ട. എനിക്ക് ഷുഗർ ലോയാ, പിന്നെ അതുകൊണ്ട് കാര്യമില്ല. എന്നാ ഞാൻ ഇനി പൊക്കോട്ടെ മക്കളെ. അതെ അതെ, കറക്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. സന്ധ്യയായി. ഞങ്ങളുടെ ആവശ്യമില്ലല്ലോ. ഇല്ല പോവാ. ഓക്കെ ഇനി നിങ്ങൾ അവിടെ ഇരുന്ന് വർത്താനം അരുവേം കൂടെ കൊണ്ടുപോകും. നാളെ പുല്ലിയെത്താൻ. ശരിയാ. ആയിക്കോട്ടെ ചേച്ചി നമുക്കങ്ങ് പോയാലോ? സന്ധ്യ ആവാറായി. ചേച്ചി ഇരുന്നിട്ട് പോയാലോ? നല്ല കാറ്റില്ലേടി. ഇത് ഈ സാധനം കേട്ടിട്ടുണ്ടോ? ഇതിന്റെ ചരിത്രമൊക്കെ കേട്ടിട്ടുണ്ടോ? ഏതോ ഒരു ക്ലാസ്സിൽ, എവിടെയാന്ന് എനിക്കറിയാം, ഏതോ ഒരു ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നു. ആണല്ലേ? ചരിത്രം കാര്യങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഏതോ ഒരു ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. ഇതിങ്ങനെ ഞാൻ പണ്ട് മുത്തശ്ശിയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. പണ്ടൊക്കെ ചുമടുതാങ്ങി ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ. കാരണം പണ്ട് നമ്മുടെ ആയ രാജവംശം എന്ന് പറഞ്ഞിട്ടൊരു രാജവംശം ഉണ്ടായിരുന്നു. അവരാണിത് സ്ഥാപിച്ചതെന്നാണ് പറയുന്നത്. പണ്ട് കാലത്ത് നമുക്ക് ഈ വണ്ടിയും വള്ളങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. യാത്ര ചെയ്യാനായിട്ട് ഈ മൺപാതകൾ മാത്രമേ ഉള്ളത്. അപ്പോൾ വണ്ടിയില്ല, ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് യാത്ര ചെയ്ത്, കാരണം ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്കൊക്കെ ചരക്ക് സാധനങ്ങൾ, അതേപോലെ എന്ത് സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ തലച്ചുമടയിലായിരുന്നു കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ 2-3 ദിവസങ്ങളൊക്കെ ഇവർ ഈ തലച്ചുമടയിൽ യാത്ര ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് എവിടെയെങ്കിലും ഇറക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും സഹായം വേണമല്ലോ ഈ സാധനങ്ങൾ ഇറക്കി വെക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്നത്തെ രാജവംശത്തിൽപ്പെട്ടവർ ഇങ്ങനെ ഒരു ഐഡിയ കണ്ടുപിടിച്ചു. ഇങ്ങനെ ചുമട് താങ്ങി അല്ലെങ്കിൽ അത്താണി എന്നൊക്കെ പറയും പല സ്ഥലത്തും. അപ്പോൾ അങ്ങനെ ഒരു സാധനം കണ്ടുപിടിച്ചിട്ട്, അപ്പോൾ ഇതാവുമ്പോഴത്തേക്കും ഒരു ഹൈറ്റ് ഉണ്ട്. നമ്മളൊരു മനുഷ്യൻ്റെയൊക്കെ ഏകദേശം വരുന്നൊരു ഹൈറ്റിൽ, ആ ഹൈറ്റിൻ്റെ മുകളിലേക്ക് നമുക്ക് പരസഹായമില്ലാതെ സാധനങ്ങൾ കയറ്റി വയ്ക്കുകയും അതേപോലെ തന്നെ നമുക്ക് റെസ്റ്റ് എടുത്ത് വല്ല ആഹാരമൊക്കെ കഴിച്ച് വെള്ളം കുടിച്ചിട്ട് അതേപോലെ തന്നെ മറ്റൊരാളുടെ സഹായം ഇല്ലാതെ തലച്ചുമടെ തിരിച്ചെടുത്ത് വെച്ചിട്ട് നമുക്ക് തിരിച്ച് യാത്ര ചെയ്യാം. അങ്ങനെ പല സ്ഥലങ്ങളിലുമായിട്ട് ഓരോരോ ഇതുപോലെ. കാരണം ഇത് കാടുണ്ടാവും. അതേപോലെ തന്നെ ഇങ്ങനെ നമ്മുടെ പഴയ കാലത്തൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഈ മൺപാതകളിലൂടെയൊക്കെയുള്ള യാത്രകളിൽ അവർക്ക് സഹായത്തിനായിട്ട് അന്നത്തെ ആയ രാജവംശം ഉണ്ടാക്കിയതാണ് ഈ ചുമടുതാങ്ങി എന്ന് പറയുന്ന ഈ ഒരു സമ്പ്രദായം. ഇപ്പോഴും എനിക്ക് തോന്നുന്നു കോട്ടയത്ത് മാത്രമല്ല, കേരളത്തിലുള്ള പല ജില്ലകളിലും ഇപ്പോഴും ചുമടുതാങ്ങി, അത്താണി എന്നൊക്കെയുള്ള പേരുകൾ പല സ്ഥലത്തും ഓരോ സ്ഥലങ്ങൾക്കുണ്ട്. അവിടുത്തെ ജില്ലകളിൽ ആലുവയിലുണ്ടൊരു അത്താണി എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ പല സ്ഥലങ്ങളിലും അങ്ങനെ അത്താണി എന്നുള്ള പേരുകളുണ്ട്. കാരണം ഇതുകൊണ്ടായിരിക്കും അങ്ങനെ ആ ഒരു പേര് വന്നത്. അപ്പോൾ എന്തായാലും നിനക്ക് കാര്യം മനസ്സിലായില്ലേ? പരസഹായമില്ലാതെ ചുമട് ഇറക്കി വെക്കുക, ചുമട് കയറ്റി വെക്കുക. അപ്പോൾ പുതിയ പിള്ളേർക്കൊന്നും ഇതെന്താണെന്ന് അറിയത്തില്ല, ചുമട് താങ്ങി എന്താണെന്ന്. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഇതിങ്ങനെ ഒരു ഇതായിട്ട് വെച്ചിട്ടുണ്ട്, ആളുകൾ കാണാനും അത് മനസ്സിലാക്കാനും വേണ്ടിയിട്ട്. നമ്മളിത് ഇവിടെയൊക്കെ ബോർഡും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചുമട് താങ്ങി അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സന്ധ്യയായി, നമുക്ക് വിട്ടാലോ? പോയേക്കാം. ഓക്കെ.